സ്വന്തം ജീവിതത്തിലെ മറക്കാനാകാത്ത അനുഭവം ഖത്തറിലെ തിയേറ്ററിലിരുന്ന് ബിഗ് സ്ക്രീനിൽ കണ്ടതിന്റെ നടുക്കത്തിലും സന്തോഷത്തിലുമാണ് എറണാകുളം മഞ്ഞുമൽ സ്വദേശി അനിൽ ജോസഫ്. മഞ്ഞുമൽ ബോയ്സ് സിനിമയ്ക്ക് പ്രേരണയായ യഥാർത്ഥ സംഭവത്തിൽ ഉൾപ്പെട്ട അനിൽ എത്രയും വേഗം നാട്ടിലെത്തി സുഹൃത്തുക്കളെ കാണാനുള്ള ആവേശത്തിലാണ്. 2006 നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുങ്ങിയത്. എറണാകുളം മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും കൂട്ടത്തിലൊരാൾ അപകടത്തിൽപ്പെടുന്നതുമാണ് ചിത്രത്തിന്റെ പ്രമേയം. ഗുണ കേവ് കാണാൻ പോയ സംഘത്തിൽ ഒരാൾ ഗുഹയിലെ കുഴിയിൽ അകപ്പെടുകയും പോലീസും ഫയർഫോഴ്സും നിസ്സഹായരായി പോയിടത്ത് സുഹൃത്തിനെ രക്ഷിക്കാൻ കൂട്ടത്തിലൊരാൾ കുഴിയിലിറങ്ങിയതും അന്ന് വലിയ വാർത്തയായിരുന്നു. അന്ന് കൂടെയുണ്ടായിരുന്ന അനിൽ ജോസഫ് ദോഹയിലെ തിയേറ്ററിൽ ആദ്യ പ്രദർശനം കണ്ടിറങ്ങിയതു മുതൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തി സംഘത്തിലുള്ള കൂട്ടുകാരുമായി ഒത്തുകൂടാനുള്ള ആഗ്രഹത്തിലാണ്. ഞങ്ങൾക്ക് ഇവനില്ലാണ്ട് പോകാൻ പറ്റില്ല. കാരണം ഞങ്ങൾ അത്രക്ക് ഒരു കൂട്ടുകാരനാണ്. ഞങ്ങളുടെ ബന്ധങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. സുഭാഷിൻ്റെ വീട്ടിലായാലും അവന് ഫാദർ ഇല്ല. അപ്പോൾ അവനാണ് ആ വീടിൻ്റെ അത്താണി. അപ്പോൾ അവൻ്റെ അമ്മ കഷ്ടപ്പെട്ടും പിന്നെ ഇവനും കഷ്ടപ്പെട്ടുമാണ് ആ വീട് തന്നെ പോകുന്നത്. പിന്നെ അവനൊരു അനിയനും ഉണ്ട്, സുമേഷ്. അപ്പം അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവനില്ലാണ്ട് നമുക്ക് പോകാൻ ചിന്തിക്കാനേ പറ്റില്ല. അപ്പം അത് പറഞ്ഞ് കുട്ടൻ പറഞ്ഞു ഞാൻ എന്തായാലും ഇറങ്ങിക്കോളാം. ലാസ്റ്റ് അവർ സമ്മതിച്ചു. കുട്ടൻ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടൻ്റെ ഒപ്പം റോപ്പ് ഇറക്കി, പയ്യെ റോപ്പിൽ താഴത്ത് ഇറക്കി. ഈവൻ അവർ പറയുന്നത് 900 അടി എന്നാണ് കുഴി പറയുന്നത്. നമുക്ക് അതറിയില്ല. 13 പേര് പോയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 3/4 ഭാഗം ഇറക്കി ഞങ്ങൾ. ശരിക്കും കയറ് അവരുടെ കയ്യിലെ കയറും തീർന്നു പോയി. ലാസ്റ്റ് നമ്മൾ കുറച്ച് കയറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിക്കെട്ടി ഞങ്ങൾ ഇറങ്ങി. കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് സ്ട്രെയിറ്റ് കുഴിയല്ല, സിക്സാക്ക് ക്രാക്ക പോലത്തെ കുഴിയാണ്. അത് കുട്ടനും പരിക്കുകളുണ്ടായി. ഖത്തർ എയർവേസിൽ ഗ്രൗണ്ട് ഡ്രൈവറായി ജോലി ചെയ്യുന്ന അനിൽ ജോസഫ് അടുത്ത ദിവസം നാട്ടിലേക്ക് മടങ്ങും. സംഭവം നടന്ന 1.5 പതിറ്റാണ്ടിന് ശേഷം പുറത്തിറങ്ങിയ സിനിമ തങ്ങളുടെ അനുഭവങ്ങളോട് തികച്ചും നീതി പുലർത്തിയെന്നും അനിൽ ജോസഫ് പറഞ്ഞു. ഓൾമോസ്റ്റ് അത് 95% ഞങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട്. അത് കറക്റ്റാണ്. ശരിക്കും പറഞ്ഞു ആ ഫിലിം ചെയ്തു വെച്ചേക്കണ ചിദംബരത്തിനും ആ ക്രൂ മെമ്പേഴ്സ് എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. അന്നത്തെ സൗഹൃദങ്ങളും പഴയകാലത്തെ ഓർമ്മകളുമായി നാട്ടിലെത്തിയാൽ വീണ്ടും മറ്റൊരു വിനോദയാത്രയ്ക്കുള്ള തയ്യാറെടുപ്പിലാണെന്നും അനിൽ കൂട്ടിച്ചേർത്തു. പോകാറുണ്ട്, ഇനിയും പോകും. പക്ഷെ അന്ന് ആ സമയത്ത് അത്ര സംഭവിച്ചു പോയി. അത് പിന്നെ നെവർ മൈൻഡ്, അത് വിഷയമില്ല. അൻവർ പാലേരി, 24 ദോഹ.